ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മളൊരു 20 പെർഫ്യൂം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വരുന്ന ഒരു 2 ബോഡി ലോഷൻ അല്ലെങ്കിൽ ബോഡി ക്രീമാണ് മറിയത്തിൻ്റെ. ഒന്ന് ഗോൾഡ് കളറും ഒന്ന് സിൽവർ കളറും. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, ഈ രണ്ടെണ്ണം എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, ഇതെങ്ങനെയുണ്ട്, ഇതിൻ്റെ ഫ്രാഗ്രൻസ് കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ഫസ്റ്റ് ഈ സിൽവർ കളർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ബോക്സിലാണെങ്കിൽ പ്രത്യേകിച്ച് വേറൊന്നും മെൻഷൻ ചെയ്തൊന്നും കാണാനില്ല. ആകെ മറിയം ബോഡി ലോഷൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഇൻഗ്രീഡിയൻസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഈ ഫ്രാഗ്രൻസിനെ കുറിച്ചിട്ടൊന്നും ഇതിലെവിടെയും എഴുതിയത് കാണാനില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് വരുന്നത്. ഒരു ഭംഗിയൊക്കെ ഉണ്ട്, നല്ല മാച്ചിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. വൈറ്റ് കളർ ക്രീമും, വേറെ എവിടെയും പ്രത്യേകിച്ച് ഡിസൈൻസും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ അവരുടെ ഒരു ലോഗോ വെച്ചിട്ടുണ്ട്. അതല്ലാതെ പിന്നെ മറിയം ബോഡി ലോഷൻ എന്ന് മാത്രമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സിമ്പിളായിട്ട് ഓപ്പൺ ആവുന്നൊരു ക്യാപ്പാണ് കേട്ടോ. നമുക്ക് സാധനം എങ്ങനെയുണ്ട് നോക്കാം. കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ക്രീം പോലെ തന്നെയാണുള്ളത്. വളരെ കുറച്ച് ലൂസായിട്ടുള്ള ടൈപ്പ് ക്രീമാണ്. ഇത് നമുക്ക് പുരട്ടുമ്പോൾ തന്നെ, അതായത് നമുക്ക് ഈ സ്പ്രേ ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ ഇതിൻ്റെ സ്മെല്ല് നമുക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ സ്മെല്ല് നമുക്ക് അറിഞ്ഞു തുടങ്ങുന്നുണ്ട്. ഒന്നുമായിട്ട് നമുക്ക് ഒരു സിമിലാരിറ്റി ഒന്നും തോന്നുന്നില്ല. ഈ സ്മെല്ല് നമുക്ക് സ്നിഫ് ചെയ്യുമ്പോൾ ഒക്കെ വേറെ ഒന്നിനെയായിട്ട് ഒരു കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് അല്ല ഇത്. ഇതിൻ്റെ തന്നെ ഒരു സിഗ്നേച്ചർ സ്മെല്ലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു ഇതിൽ നമുക്ക് അങ്ങനെ ഒരു ഈ ഫ്രാഗ്രൻസ് മാച്ചിങ് ആയിട്ട് തോന്നുന്നില്ല. വേർപ്പൊക്കെ അധികം വരുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ക്രീമൊന്ന് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് നമുക്ക് ബോഡി മൊത്തമായിട്ട് തേക്കാം. ഇപ്പോൾ ഫേസിൽ വേണമെങ്കിൽ ഫേസിൽ തേക്കാം, കൈമലോ മേത്തോ ഒക്കെ തേക്കാം നമുക്ക്. അപ്പം അങ്ങനെയാണ് ഇവരിത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വളരെ നല്ലതായിട്ട് തോന്നി. അപ്പോൾ നമുക്കിത് ഇവിടെ കഴുത്തിലോ അല്ലെങ്കിൽ ബോഡിയിൽ നിന്നൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ സിൽവർ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഗോൾഡ് എടുത്ത് നോക്കാം. ഗോൾഡിൻ്റെയും ബോക്സൊക്കെ സെയിം അത് തന്നെ. ആ സിൽവർ ബോക്സ് മാറ്റിയിട്ട് ഗോൾഡ് ബോക്സ് ആക്കിയിട്ടുണ്ടെന്ന് മാത്രം. വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇതിലും വേറെ ഒന്നും പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല എന്ത് സ്മെല്ലാണ് കാര്യങ്ങളാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതും സെയിം എക്സാക്ട്ലി മറ്റേ സിൽവർ ബോട്ടിൽ പോലെയൊക്കെ തന്നെയാണ്. സെയിം അതേപോലെ ഗോൾഡ് കളറിലുള്ള ആ ക്യാപ്പും വൈറ്റ് തീമിലുള്ള അതും വൈറ്റ് ക്രീമും. വേറെ എവിടെയും പ്രത്യേകിച്ച് വേറെ ഡിസൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ ഇത് ഗോൾഡ് ആണോ സിൽവർ ആണോ ഇതൊന്നും നമുക്ക് മെൻഷൻ ചെയ്തിട്ടുമില്ല ഈ ബോക്സിന്, അല്ല ഈ ബോട്ടിലിന്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഇല്ലാതെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡ് ഏതാണ് സിൽവർ ഏതാണെന്ന് അറിയാനുള്ള ചാൻസ് കുറവാണ്. ഞാൻ രണ്ടും എടുത്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കയ്യിലുള്ള സിൽവർ, ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഗോൾഡ്. ഇതിൻ്റെ ഈ ഒരു പാറ്റേണിലുള്ള വ്യത്യാസം മാത്രമാണ് ഉള്ളത്. ഈ ഒരു പാറ്റേണിലുള്ള വ്യത്യാസം കൊണ്ട് ഇത് ഗോൾഡ് ആണോ അത് സിൽവർ ആണോ എന്നൊന്നും അറിയാൻ സാധിക്കില്ല. പിന്നെ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ സ്മെല്ലും സെയിം ആണോ, അത് ബോക്സ് മാത്രം കളർ വ്യത്യാസമാണോ, സ്മെല്ല് സെയിം ആണോ നമുക്ക് നോക്കി നോക്കാം. പിന്നെ ഇവിടെ അപ്ലൈ ചെയ്തോ. കുറച്ചെടുത്തിട്ടുണ്ട് ഞാൻ. സ്മെല്ല് ഡിഫറെൻ്റ് ആട്ടോ. മറ്റേത് കുറച്ചും കൂടി ഒരു ലക്ഷറി ടച്ചിലേക്ക്, കുറച്ചും കൂടി ഒരു സോളിഡ് ടച്ചിലേക്ക് പോകുന്ന ഒരു സ്മെല്ലാണെന്നുണ്ടെങ്കിൽ ഇത് സംതിങ് സ്വീറ്റി ഒരു ടൈപ്പായിട്ടാണ് തോന്നുന്നത്. സ്മെല്ല് മാത്രമാണ് ഇപ്പോൾ നമുക്ക് വ്യത്യാസമുള്ളത്. അതിൻ്റെ കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ ഏതാണ് സിൽവർ ഏതാണ് ഗോൾഡ് നമുക്കറിയില്ല. പക്ഷേ സ്മെല്ല് വളരെ അധികം നന്നായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ഗോൾഡിൻ്റെ സ്മെല്ലാണ് അല്ലെങ്കിൽ ഇത് സിൽവറിൻ്റെ സ്മെല്ലാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതല്ലാതെ ഇതറിയാൻ സാധിക്കില്ല. ഒരു സ്വീറ്റ് സ്മെല്ലായിട്ടാണ് തോന്നുന്നത്. മറ്റൊരു മൈൽഡ് സ്വീറ്റ് സ്മെല്ല്. മറ്റേതൊരു സോളിഡ് ടച്ചിൽ കുറച്ച് ലക്ഷറി ഫീലൊക്കെ ആയിട്ടുള്ളൊരു
സ്മെല്ല്. രണ്ടും നല്ല മണം തന്നെയാണ്. അപ്പോൾ ഈ മറിയത്തിന്റെ 2 ബോഡി ലോഷനും ഞാൻ യൂസ് ചെയ്ത് നോക്കി. ഗോൾഡും സിൽവറും രണ്ടും വരുന്നത് 40 ml ആണ്. രണ്ടിലും ഫ്രാഗ്രൻസിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ ഇതിന്റെ ലാസ്റ്റിംഗ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ബോഡിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 4 ഹവറിന്റെ അടുത്താണ് നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയത്.